രാവിലെ അച്ഛൻ ജോലിക്ക് ഇറങ്ങിയപ്പോൾ അച്ഛനോട് ടാറ്റ പറയാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇതൊരു പതിവ്. രാവിലെ എണീറ്റിട്ട് ചായയായിട്ട് ഫ്രണ്ടിലത്തെ വരാന്തയിലോ അടുക്കളയിലെ വരാന്തയിലോ കുറച്ച് നേരം ഇങ്ങനെ പോയിരിക്കും. സ്നോബി വന്ന് ഇങ്ങനെ മടിയിലും കിടക്കും. ഞാനുള്ളപ്പോൾ മാത്രമേ ഉള്ളേ, വേറെ ആരും ഇങ്ങനെ മടി കിടത്തത്തില്ല അവനെ. അല്ലൂസ് രാവിലെ തന്നെ ഹാജരായിട്ടുണ്ട്. എന്നെ ടി നാട്ടോ വിളിക്കുന്നത്. എന്നെ ആന്റിയായിട്ട് അംഗീകരിക്കാൻ അവന് പറ്റുന്നില്ല. അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ മാർക്കറ്റിൽ പോയി എനിക്ക് ഇഷ്ടമുള്ള മീൻ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് അമ്മ ചടപടയെന്ന് കറിയൊക്കെ വെക്കാൻ തുടങ്ങി. അല്ലൂസിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഒരുങ്ങാൻ തുടങ്ങിയാൽ മതി എന്നാണ് വിചാരിച്ചത്. അതെങ്ങനെയാണ്? ഇത് കണ്ടില്ലേ, എന്റെ കൂടെ ഒരുങ്ങിയതാണ്. ഇനി ഇവിടെ ഇറങ്ങുന്നതാണ് ഒരു ടാസ്ക്. അപ്പോൾ ഒരു കരച്ചിലും നിലവിളിയും ആകെ ബഹളമായിരിക്കും. അങ്ങനെ എന്റെ ഫേവറേറ്റ് ചോപ്പൻകോര കറിയും ബീട്രൂട്ട് തോരനും ചാള പീര വറ്റിച്ചതും ഇഞ്ചിക്കറിയും പൊരിച്ചമീനും ഒക്കെ ആയിട്ട് കുശാലായിട്ട് ചോറ് തിന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് തുള്ളിച്ചാടി അമ്മയായിട്ട് വരുവാ. ഞാൻ അവനെയും കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇവിടെ അരങ്ങേറാൻ പോകുന്നത് സ്റ്റാർ സിംഗറിലെ എലിമിനേഷൻ റൗണ്ടാണ്. ഇത് കണ്ടില്ലേ, എല്ലാ പ്രാവശ്യവും ഞാൻ വന്നിട്ട് പോകുമ്പോൾ സെയിം ഈ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇവനെ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടം. ഈ കരച്ചിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ വന്നിട്ട് പോകുമ്പോൾ അവനെ കാണാതെ ഇങ്ങ് പോരാറാണ് പതിവ്. എന്റെ മനസ്സ് കരിങ്കല്ലാക്കി തിരിഞ്ഞു നോക്കാതെ ഞാനങ്ങ് നടന്നു. പക്ഷെ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാനൊരു വികാര ജീവിയാണ് ഗൈസ്. എനിക്ക് കരയാൻ എന്തെങ്കിലും കാരണം കിട്ടാനിരിക്കുമായിരുന്നു. വീട്ടിൽ വന്ന ഉടനെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് പോകും. നമ്മുടെ ആമീസ് മലയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് ആമിയുടെ കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കെട്ടുമുറുക്കൊക്കെ കഴിഞ്ഞ് അവർ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളും അമ്പലത്തിൽ തൊഴുതിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.